നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൊക്കഡാമയാണ്. കൊക്കഡാമ ഒരു ജാപ്പനീസ് ആർട്ടാണ്. മോസ് ബോൾ എന്നും ഇതിന് പേരുണ്ട്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ലിവിങ്. അതായത് നമ്മൾ സാധാരണ ഒരു ചെടി നടുമ്പോൾ ചെടി മാത്രമാണ് അതിൽ ലിവിങ് അല്ലേ. ചട്ടി ഒന്നിനെ പ്ലാസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ കല്ലുകൊണ്ടായിരിക്കാം, അത് നോൺ ലിവിങ് ആണ്. ഇവിടെ അങ്ങനെയല്ല. ചെടിയും ചെടി നടുന്ന ബേസും അത് കവർ ചെയ്യുന്ന മോസും എല്ലാം ലിവിങ് ആണ്. ലിവിങ് കണ്ടെയ്നർ, അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കൊക്കഡാമയ്ക്കുള്ള നടീൽ മിശ്രിതം ശരിയാക്കാം. ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് മോസും പിന്നെ വെർമി കമ്പോസ്റ്റുമാണ്. ഈ മോസിന് പകരം മണ്ണോ അല്ലെങ്കിൽ ചകിരിച്ചോറോ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ്, ചകിരിച്ചോറ് അല്ലെങ്കിൽ മോസ്, ഇതിലേതെടുത്താലും അത് 7 ഭാഗവും വെർമി കമ്പോസ്റ്റ് 3 ഭാഗമായിരിക്കണം. 7:3 അതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. ഇനി നമുക്ക് നടീൽ മിശ്രിതം തയ്യാറാക്കാം. നടീൽ മിശ്രിതം തയ്യാറാക്കുന്നതിന് മുമ്പ് മോസ് നന്നായിട്ട് നനച്ചെടുക്കണം. നമ്മൾ നന്നായി ഉണക്കി വെച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായി നനച്ചെടുക്കുക. വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ വെർമി കമ്പോസ്റ്റ് ഇടുകയാണ്. 7:3 നമ്മുടെ പ്രൊപ്പോർഷൻ, അതുകൊണ്ട് വളരെ കുറവ് മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല നനവ് വേണം കേട്ടോ, എന്നാലേ നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റുള്ളൂ. കമ്പോസ്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും വേണം. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബോളാക്കി എടുക്കുകയാണ്. അപ്പോൾ ബോളാക്കി എടുക്കണമെങ്കിൽ നല്ല നനവ് വേണം, എന്നാലേ അത് അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് മോസിന് പകരം മണ്ണ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചകിരിച്ചോറ് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ രണ്ടിലും വെച്ചിട്ട് നമ്മുടെ പീറ്റ് മോസിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മണ്ണും വെർമി കമ്പോസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കനം ഉണ്ടാവും അതിന്. മാത്രമല്ല മണ്ണിലെങ്ങാനും ചെടിയുടെ അംശം കൂടുതലാണെങ്കിൽ നമ്മളിതിൽ ചെടി നടുവല്ലോ, ആ ചെടിയുടെ വേരോട്ടത്തിന് അത് ബുദ്ധിമുട്ടാവും. ഇനി കോക്കോപീറ്റാണ്, അതായത് ചകിരിച്ചോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോൾഡ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ മോസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹോൾഡ് ബോൾ പോലെ ആക്കാൻ ബുദ്ധിമുട്ടില്ല. ലൈറ്റ് വെയ്റ്റ് ആണ്. നന്നായിട്ട് ചെടിയുടെ വേരോട്ടത്തിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വായുസഞ്ചാരം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ് 3 പോട്ടി മിക്സ്ചറിലും എനിക്ക് നന്നായിട്ട് തോന്നിയത്, കൊക്കഡാമ ഉണ്ടാക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള പോട്ടി മിക്സ്ചറായിട്ട് തോന്നിയത് മോസും വെർമി കമ്പോസ്റ്റും ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ചെടി നട്ടു കൊടുക്കാം. ഇനി നമ്മൾ ചെടി നടുകയാണ്. ചെടി സെലക്ട് ചെയ്യുമ്പോൾ ഹെർബേഷ്യസ് ആയിട്ടുള്ള, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകളോട് കൂടിയിട്ടുള്ള ചെടികളാണ് എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ തണലത്ത് വളരുന്നതായിട്ടുള്ള ചെടികൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വേരോട്ടമില്ലാത്ത, അതായത് ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തി അല്ലെങ്കിൽ റോസ് ഇതിനൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് വേര് താഴേക്ക് പോകും. അങ്ങനത്തെ ചെടികളും സെലക്ട് ചെയ്യാതിരിക്കുകയാണ് നമുക്കെപ്പോഴും സൗകര്യം ഇങ്ങനെ കൊക്കഡാമ ചെയ്യുമ്പോൾ. ഇപ്പോൾ പക്ഷെ എല്ലാവരും പല ചെടികളും ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ സാധാരണ ഇങ്ങനത്തെ ചെടികളാണ് നമ്മൾ കൊക്കഡാമയിൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിത് നടാം. അപ്പം ആദ്യം ബോൾ എടുക്കുക, എന്നിട്ട് നടാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഈ സ്പേസിലാണ് നമ്മൾ നടുക. നമ്മൾ ചെടി വെച്ചു, നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ കുഴി കുത്തി നടില്ലേ, അതേപോലെ തന്നെ. ഇനി ഇത് ക്ലോസ് ചെയ്യണം. വീണ്ടും നമ്മൾ ബോളാക്കുന്നു. നമ്മൾ ബോളാക്കി. ഇനി നമ്മൾ മോസ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ആ ഒരു ബോൾ ഷേപ്പിൽ തന്നെ ഇരിക്കണം എന്നില്ല. ചെടി നട്ട് കഴിയുമ്പോൾ മണ്ണാണെങ്കിൽ ആ പ്രശ്നം വരില്ല. പക്ഷേ മോസും അതേപോലെ തന്നെ ചകിരിച്ചോറും ആണെങ്കിൽ ആ ബോൾ ഷേപ്പിൽ തന്നെ ഇരിക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, കോട്ടൺ ത്രെഡ്, അതായത് നമ്മുടെ സാധാരണ നൂലില്ലേ, കോട്ടൻ്റെ നൂല്, അതുപയോഗിച്ച് കെട്ടാം. അപ്പോൾ ഇതേപോലത്തെ നൂല് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. കോട്ടൺ നൂല് വെച്ച് കെട്ടി. ഇനി ഇതിപ്പോൾ വിട്ടു പോകുന്നൊന്നും പേടിക്കാനില്ല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ മോസ് വെച്ച് കവർ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരുന്ന സ്പാഗ്നം മോസ് തന്നെ വെക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ മഴക്കാലമല്ലേ, ഇഷ്ടംപോലെ പൂപ്പായ വളർന്ന് നിൽക്കുന്നുണ്ട്, അതെടുത്തിട്ടാണെങ്കിലും വെക്കാം.
അപ്പം ഞാൻ ഈ ടൈപ്പാണ് ഞങ്ങളുടെ അവിടെ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കണേ. ഇതേപോലെ പായ പോലെ നമുക്കങ്ങ് ചെത്തിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ മോസ് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് അത് മണ്ണിൽ പിടിച്ചിരിക്കില്ല. കാരണം നമ്മൾ കുഴിച്ചിടുമൊന്നുമല്ലല്ലോ, വെറുതെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുകയല്ലേ. അപ്പോൾ ഇത് കെട്ടണം. നമുക്ക് ഈ കൊക്കഡാമ 2 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കാം. വെറുതെ സ്റ്റാൻഡിൽ വെക്കാനാണെങ്കിൽ സാധാരണ നൂലുകൊണ്ട് കെട്ടിയാൽ മതി. പക്ഷെ അല്ലെങ്കിൽ സ്ട്രിങ് ഗാർഡൻ എന്നും പറയും ഇതിനെ, കൊക്കഡാമന്. അതായത് ഇങ്ങനെ കെട്ടി ഞാത്തിയിടും. അങ്ങനെയാണെങ്കിൽ നൂല് പാടില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ പൊട്ടി വീഴും. ആലോചിച്ചറിഞ്ഞൂടെ നമുക്ക്. അപ്പോൾ അതിന് സാധാരണ നൂലല്ല ഉപയോഗിക്കുന്നത്, പകരം നമ്മൾ ടാങ്കീസാണ് ഉപയോഗിക്കുക. അപ്പം ഇത് നമ്മൾ ടാങ്കീസ് ഉപയോഗിച്ച് കെട്ടുകയാണ്. അപ്പം നമ്മൾ ടാങ്കീസ് വെച്ച് കെട്ടുകയാണേ. നമ്മൾ ടാങ്കീസ് കെട്ടി നമ്മുടെ കൊക്കഡാമ റെഡിയാണ്. ഇപ്പോൾ ഈ ടാങ്കീസ് ഇത് ഭംഗികേട് തോന്നുന്നുണ്ടെങ്കിൽ ഈ നൈലോൺ ഫൈബേഴ്സ് വേറെ കളറിലും കിട്ടും. റെഡ് കിട്ടുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഇങ്ങനെ വയറ് പോലെയൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ പച്ച നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപയോഗിച്ച് ഇതേപോലെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മോസ് പല പീസുകളായിട്ടല്ലേ വെക്കുന്നത്. ചെറിയ ചെറിയ മോസ് ഷീറ്റ് പോലെയല്ലേ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതെല്ലാതും എല്ലാത്തിനും കൂടെ ഈ ടാങ്കീസ് പാസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടർന്ന് വീഴും. അപ്പോൾ അതില്ലാതിരിക്കാൻ കെട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് 2 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇങ്ങനെ വെക്കാം, ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ച് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്ട്രിങ് ഗാർഡനാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. അതായത് ഇതിങ്ങനെ കെട്ടിഞ്ഞാത്തിയിടുകയാണെങ്കിൽ ഈ ടാങ്കീസിൽ വേറൊരു ടാങ്കീസ് കെട്ടിയിട്ടാണ് നമ്മളെപ്പോഴും കെട്ടിഞ്ഞാത്തിയിടുന്നത്. അങ്ങനെയാണിത് പ്രസൻറ്റ് ചെയ്യുക. ഇത് നനയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് ഈ പോർഷൻ, നമ്മൾ ചെടി നട്ടിരിക്കുന്ന ഈ പോർഷൻ ഒന്ന് മുക്കി പിടിക്കുക. ആഴ്ചയിൽ 1 ദിവസം അത്രയാണ് ചെയ്യേണ്ടത്. ഇത് പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത കുറച്ച് തണലുള്ള ഭാഗത്ത് വയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ നനയ്ക്കൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ കൊക്കഡാമ അങ്ങനെ റെഡിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ചെയ്യാം. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ.